അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മോമിനിങ്ങളെ. മരണവാർത്ത കേട്ട് കേട്ട് ശരീരവും മനസ്സും മരവിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരുപാട് മരണവാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും ചില മരണവാർത്തകൾ നമ്മളെ ഏറെ വേദനിപ്പിക്കാറുണ്ട്, നമ്മൾ തളർന്നു പോകാറുണ്ട്. ഈ അടുത്തായിട്ട് മക്കളുടെ മരണമാണ് കൂടുതലായി നമ്മൾ കേട്ടുവരുന്നത്. അപകടത്തിലും അബദ്ധത്തിലും പെട്ട് നമ്മുടെ പൊന്നുപോലുള്ള മക്കൾ മരണപ്പെട്ടു പോവുകയാണ്. പാമ്പുകടിയേറ്റും മിന്നലേറ്റും അസുഖം ബാധിച്ചും കുഴഞ്ഞു വീണും മക്കൾ മരണപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ നാട്ടിലെ ഓരോ കുടുംബവും ഏറെ കണ്ണീരിലാണ്, വേദനയിലാണ്. എല്ലാവരും ദുആ ചെയ്യണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെയ്യുന്ന വീഡിയോ ഒരു കണ്ടന്റ് വീഡിയോ ആയി ആരും കരുതരുത്. ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കുവാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ്. മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെയൊക്കെ ജീവിതവും മരണവും അല്ലാഹു തആല സന്തോഷത്തിലാക്കി തരട്ടെ. ആമീൻ. നിങ്ങളൊക്കെ ദുആ ചെയ്യുമെന്നുള്ള വിശ്വാസമാണ് നമ്മൾ ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്നത്. മരണപ്പെട്ട ഓരോ പൊന്നുമക്കളുടെയും മുഖം കാണുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല. പടച്ചറബ്ബേ, നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ റബ്ബേ. നമ്മുടെ മക്കളെയൊക്കെ നീ തന്നെ കാക്കണേ അല്ലാ. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ മക്കളെ നീ കൊണ്ടുപോകല്ലേ റബ്ബേ. അവർക്ക് വേണ്ടിയാണ് റബ്ബേ നമ്മുടെ ജീവനും ജീവിതവും. അവരില്ലാത്ത ആ ഒരു ലോകം നമുക്ക് തരല്ലേ റബ്ബേ. നല്ലൊരു പൊന്നുമോന് പടച്ചറബ്ബേ മരണപ്പെട്ടിരിക്കുകയാണ്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. കണ്ണീര് തോരാതെയാണ് ആ നാടിന്നുള്ളത്. രക്ഷപ്പെടുത്താൻ പല വഴികളും നോക്കി. ചെറിയൊരു കാരണം, പനി ബാധിച്ചതാണ്. കൊല്ലം അഞ്ചാലമൂട് തൃക്കരുവ മുസ്ലിം ജമാഅത്തിൽപ്പെട്ട കായിക്കര നടുവിച്ചേരി കിഴക്കിടത്ത് വീട്ടിൽ ജനാബ് ആദിൽ ആമിന ദമ്പതികളുടെ മകൻ മുഹമ്മദ് നിഹാനാണ് മരണപ്പെട്ടിരിക്കുന്നത്. 9 വയസ്സാണ് ഈ പൊന്നുമോന് പ്രായം. ഇന്ന് രാവിലെ 11 മണിയോടെയാണ് മരണപ്പെട്ടത്. ഇതിലിന്റെ തിരിച്ചുവരവിന് വേണ്ടി 3 മാസവും 4 ദിവസവുമായി ആശുപത്രി വരാന്തയിൽ നിരങ്ങുകയായിരുന്നു ഉമ്മ ആമിന. പനിയായിരുന്നു രോഗം, കടുത്ത പനി. അങ്ങനെ ചികിത്സയിലായിരിക്കെ ഇന്ന് രാവിലെ തിരുവനന്തപുരം ശ്രീചിത്ര ആശുപത്രിയിൽ വെച്ച് മരണപ്പെട്ടു. ഖബറടക്കം ഇന്ന് വ്യാഴാഴ്ച വൈകിട്ട് മഗ്‌രിബിന് ശേഷം നടത്തുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന പൊന്നുമോനാണ്. ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട് നമ്മുടെ മക്കൾ മരണപ്പെട്ടു പോവുകയാണ്. ഇന്ന് ഓരോ ഹോസ്പിറ്റലിലും കയറി ചെന്നാൽ അറിയാം, ശരിയായ ഒരു ചികിത്സ ആർക്കും ലഭിക്കുന്നില്ല. കച്ചവടമാണ്, എല്ലാവരും കച്ചവടമാണ്. മനുഷ്യത്വമുള്ള ഡോക്ടർമാർ വിരലിലെണ്ണാവുന്നതേ ഉള്ളൂ. അവിടെ നമ്മൾ എത്തിപ്പെടണം, എന്നാലേ നമ്മുടെ മക്കളൊക്കെ രക്ഷപ്പെടൂ. അല്ലെങ്കിൽ അവർക്കൊക്കെ നമ്മളൊരു പാഠപുസ്തകമാണ്, ഒരു ബിസിനസ്സാണ്. അത്രയേ ഉള്ളൂ നമ്മുടെയൊക്കെ ജീവിതം. പടച്ച റബ്ബ് നമ്മളെയൊക്കെ കാക്കട്ടെ. പിന്നെ ഒരു മോള് പാമ്പ് കടിയേറ്റ് മരിച്ചു. വീണ്ടും ഒരു മരണം നടന്നിരിക്കുകയാണ്. പാമ്പ് കടിയേറ്റ് എല്ലാവരും ശ്രദ്ധിക്കുക. പാമ്പ് കടിയേറ്റും ഇനിയിപ്പോൾ വേനൽ മഴയാണ്, അതിശക്തമായ കാറ്റും ഇടിയും ഒക്കെ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എല്ലാവരും ശ്രദ്ധിക്കണം. ഇടിമിന്നലൊക്കെ ഏറ്റ് മരണപ്പെട്ട വിവരം നമ്മൾ അറിഞ്ഞതാണ് വാർത്തകളിൽ. പ്രിയപ്പെട്ടവരെ, ഈ മോന് വേണ്ടി എല്ലാവരും ദുആ ചെയ്യണം. പടച്ചറബ്ബ് പൊന്നുമോന്റെ പാപങ്ങളൊക്കെ പുറത്ത് ഖബർ വിശാലമാക്കി സ്വർഗ്ഗ പൂന്തോപ്പാക്കി കൊടുക്കട്ടെ, സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ഈ ഒരു മോളാണ് പാമ്പ് കടിയേറ്റ് മരിച്ചത്. വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കെ ഈ കുഞ്ഞിനെ പാമ്പ് കടിച്ച് ചികിത്സയിലായിരിക്കെയാണ് ഇന്ന് മരണപ്പെട്ടത് 4 വയസ്സുകാരി ഋതു എന്ന പൊന്നുമോളാണ്. കാസർഗോഡാണ് സംഭവം. കാസർഗോഡ് ജില്ലയിലെ എളരിത്തട്ട് പ്രദേശത്താണ് ഈ ഒരു അതിദാരുണമായ സംഭവം നടന്നത്. കുട്ടി കളിച്ചുകൊണ്ടിരിക്കെ പാമ്പ് കടിയേറ്റ് ഗുരുതരാവസ്ഥയിൽ ചികിത്സയ്ക്കിടെയാണ് മരണപ്പെട്ടത്. ഞാൻ പറഞ്ഞില്ലേ, ശരിയായൊരു ചികിത്സ ആശുപത്രികളിൽ നിന്ന് ലഭിക്കുന്നില്ല, ശരിയായൊരു മരുന്നും അവർക്ക് കിട്ടുന്നില്ല. അതാണ്. മൂത്ര തടസ്സവുമായി ഞാൻ ഒരു ഹോസ്പിറ്റലിലേക്ക് ചെന്നതാ. ഓരോരുത്തർക്കും പറയാനുണ്ടാവും ഒത്തിരി അനുഭവങ്ങൾ. മൂത്ര തടസ്സത്തിന് പോയ എനിക്ക് തന്നത് സാധാരണ ഒരു ആന്റിബയോട്ടിക് ഗുളിക. മെഡിക്കൽ ഷോപ്പിൽ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് മൂത്ര തടസ്സത്തിന് മൂത്രം പോകാനുള്ള മരുന്നുണ്ടല്ലോ, അവർക്കെന്തേ അത് കൊടുത്തൂടെ? ഇല്ല, അവർ തന്നില്ല. എന്നാലല്ലേ രോഗം മൂർച്ഛിക്കൂ, എന്നാലല്ലേ വീണ്ടും വീണ്ടും നമ്മൾ അവിടെ പോവുള്ളൂ. ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ ഒരു ബിസിനസ്സാണ്. എല്ലാവരും അല്ല കേട്ടോ, നല്ല ഡോക്ടർമാരുമുണ്ട്. അതറിഞ്ഞ് നമ്മൾ മനസ്സിലാക്കി അവിടേക്ക് പോവുക. ഈ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ പരമാവധി ശ്രമിച്ചിരുന്നു. വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി പലയിടത്തും പോകാനുള്ള സമയം അവർക്ക് ലഭിച്ചില്ല. അതാണ്. ഈ ഒരു പാമ്പുമായി ബന്ധപ്പെട്ട് എല്ലാ വീടുകളിലും ഇപ്പോൾ ആശങ്കയിലാണ്. എന്നാൽ പാമ്പ് കടി ഏറ്റാൽ രക്ഷപ്പെടുന്നില്ല. അതാണ്. മക്കൾക്ക് ഇപ്പോൾ നമ്മുടെ വീടുകളിൽ പോലും സുരക്ഷിതമില്ല. എന്നുവെച്ചാൽ ഇതിനൊക്കെ നമ്മൾ സേവ് ചെയ്യുന്നതാണല്ലോ. ഒരിടത്തുനിന്ന് പിടിച്ചാൽ മറ്റൊരിടത്തേക്ക് ഇതിനെ തുറന്നു വിടുകയാണ്. എല്ലാം ബിസിനസ്. എന്തെന്നായാലും ഉപദ്രവിക്കുന്നതിനെ ഇല്ലാതാക്കണം. അതന്നെ. മനുഷ്യരാണ് മരണപ്പെട്ടു പോകുന്നത്. ഒരു നിമിഷം മുമ്പ് ചിരിച്ചും കളിച്ചും നടന്ന ആ പൊന്നുമോള് പെട്ടെന്ന് ഇതുപോലൊരവസ്ഥയിലേക്ക് എത്തിപ്പെടുകയാണ്. പടച്ച റബ്ബേ എല്ലാവരും തൊട്ട് കാക്കട്ടെ. പടച്ച റബ്ബേ, അർഹമുറായിമായ റബ്ബേ, 2 മക്കള് മരണപ്പെട്ടിട്ടുണ്ട് റബ്ബേ. നിന്റെ റഹ്മത്തിലേക്ക് വന്നിട്ടുണ്ട് റബ്ബേ. ആ പൊന്നു മക്കൾക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ.
ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അദാബിനെ തൊട്ടും ഈ മക്കളെ നീ കാക്കണേ റബ്ബേ. ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് തന്നെ നീ എത്തിക്കണേ റബ്ബേ. ചെറിയ മക്കളാണ് റബ്ബേ, സ്വർഗീയ പൂങ്കാവനം നീ തുറന്നു കൊടുക്കണേ അല്ലാ. പഠിച്ച റബ്ബേ, ഇതുപോലുള്ള അപകട മരണത്തിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ കാക്കണേ റബ്ബേ. മാരകമായ രോഗത്തിൽ നിന്നും നമ്മുടെ മക്കളെ നീ കാക്കണേ റബ്ബേ. നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ റബ്ബേ. പഠിച്ച റബ്ബേ, മരണപ്പെട്ടു പോയ മക്കളുടെ കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. ആ മാതാപിതാക്കളുടെ മനസ്സ് മാറാതെ നീ നോക്കണേ റബ്ബേ. നാളെ അവരുടെ മുന്നോട്ടുള്ള ജീവിതം നീ റാഹത്തിലാക്കി കൊടുക്കണേ റബ്ബേ, സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബേ. പഠിച്ച റബ്ബേ, ഇതുപോലുള്ള പെട്ടെന്നുള്ള അപകട മരണത്തിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ കാക്കണേ റബ്ബേ. കീറി മുറിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങളെ തൊട്ട് എല്ലാവരെയും നീ കാക്കണേ റബ്ബേ. പഠിച്ച റബ്ബേ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ഇവരിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ഈ മോന് വേണ്ടി ദുആ ചെയ്യുക. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹദിയ ചെയ്യുക. ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.